സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഉത്രാടപ്പാച്ചിൽ തകൃതി. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിൽ മലയാളികൾ. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ജില്ലാ ഭരണകൂടം എന്നിവർ ചേർന്ന് നടത്തുന്ന ഓണാഘോഷത്തിന് ഇന്ന് വൈകിട്ട് തേക്കിൻകാട് മൈതാനിയിൽ തുടക്കമാകും. നായ്ക്കനാലിനെ സമീപമുള്ള വേദിയിൽ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിക്കും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ മുസ്ലിം വിശ്വാസികൾ നബിദിനം ആഘോഷിക്കുന്നു. പ്രവാചക പിറവിയുടെ പുണ്യസ്മരണകൾ ഉയർത്തി മദ്രസകളുടെയും മഹല്ലുകളുടെയും പ്രാദേശിക കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ റാലികളും ഘോഷയാത്രകളും സംഘടിപ്പിച്ചു. ചേരമാൻ ജുമാ മസ്ജിദിൽ നബിദിനം ആഘോഷിച്ചു. മന്ത്രി OJ ജനീഷ് നബിദിന റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. നബിദിനത്തോടനുബന്ധിച്ച് ചാവക്കാട് മേഖലയിൽ വിവിധ പള്ളികളിൽ ആഘോഷ പരിപാടികൾ നടന്നു. പള്ളികളിൽ സുബിഹി നമസ്കാരം ശേഷം മൗലൂദ് പാരായണമുണ്ടായി. ചാവക്കാട് മണത്തല ദാറത്തലീം അറബി ഉറുദു ഹയർ സെക്കൻഡറി മദ്രസയിൽ നബിദിനം ആഘോഷിച്ചു. പഴവൂർ ഇലാഹിയ ജുമാ മസ്ജിദിന്റെയും നജ്മുൽ ഹുദ മദ്രസയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നബിദിനം ആഘോഷിച്ചു. മഹല്ല് പ്രസിഡന്റ് PY അബു സാലി പതാക ഉയർത്തി. വെള്ളിക്കുളങ്ങര മുഹീദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. മുഹമ്മദ് അനീസ് നിസാമി, മുസ്തഫ ഫൈസി, മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് അസീസ് അരിപ്പുറം, സെക്രട്ടറി കളത്തിങ്കൽ സിദ്ദിഖ് എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. ഉത്രാട നാളിൽ ക്ഷേത്രങ്ങളിൽ കാഴ്ചക്കുല സമർപ്പണം നടന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്രാട കാഴ്ചക്കുല സമർപ്പണം ഭക്തിസാന്ദ്രമായി. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാഴ്ചക്കുല സമർപ്പണവും പുത്തരി നിവേദ്യവും പുത്തരി സദ്യയും നടന്നു. പന്തിരടി പൂജയ്ക്ക് ശേഷം ക്ഷേത്രം കലവറയ്ക്ക് സമീപം ക്ഷേത്രം പാട്ടമാളി NN നാരായണ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അരിയളക്കൽ നടന്നു. തൃശൂർ വിയൂരിൽ കിണറിടിഞ്ഞ് സ്കൂട്ടറുകൾ കിണറ്റിൽ വീണു. വിയൂർ സ്വദേശി ശാന്തകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിന്റെ കിണറാണ് ഇടിഞ്ഞത്. ദേശീയപാത നന്ദിക്കരയിൽ ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞ പിക്കപ്പ് വാനിൽ ആംബുലൻസ് ഇടിച്ച് അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃശൂർ ഭാഗത്തേക്ക് മരുന്നുകൾ കൊണ്ടുപോയിരുന്ന പിക്കപ്പ് നിയന്ത്രണം വിട്ട് ദേശീയപാതയിലെ ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. പഴയന്നൂർ സെന്ററിൽ ഫുട്പാത്തിലേക്ക് കാർ ഇടിച്ചു കയറി ഒരാൾക്ക് പരിക്കേറ്റു. ഫുട്പാത്തിലൂടെ വരികയായിരുന്ന വെള്ളാർകുളം സ്വദേശിനി സരിതയ്ക്കാണ് പരിക്കേറ്റത്. കൊടുങ്ങല്ലൂർ മേഖലയിൽ പലചരക്ക് കടയിൽ മോഷണം. 1500 രൂപയും പലചരക്ക് പച്ചക്കറി സാധനങ്ങളും നഷ്ടപ്പെട്ടു. മുൻ നഗരസഭാ കൗൺസിലർ സന്ധ്യ അനൂപിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട്. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായി പൊതുഭരണ വകുപ്പിലെ അണ്ടർ സെക്രട്ടറി S ഹരിഗോപാൽ ചുമതലയേറ്റു. അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതല വഹിച്ചിരുന്ന തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനിൽ നിന്നാണ് അദ്ദേഹം ചുമതല ഏറ്റുവാങ്ങിയത്. മാനേജർ KK സുഭാഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ജില്ലയിലെ അക്ഷയ സംരംഭകരുടെ ജില്ലാതല ഓണാഘോഷം തൃശൂരിൽ നടന്നു. CMS സ്കൂളിൽ നടന്ന ഓണാഘോഷം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന IT മിഷൻ ജില്ലാ പ്രൊജക്ട് മാനേജർ സിയാദ് MA അധ്യക്ഷത വഹിച്ചു. ചാഴൂർ ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയേഴ്സ് തയ്യാറാക്കിയ ഓണക്കിറ്റുകൾ ചാഴൂർ പഞ്ചായത്തിലെ മാനസ ഗ്രാമത്തിലേക്ക് കൈമാറി. ചാഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS ഷാജി ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസിന്റെ തൂഫാൻ ഹണ്ടിന്റെ ഭാഗമായി പുത്തൻപീടിക സെന്റ് ആന്റണീസ് HSS നിർമ്മിക്കുന്ന എമിലി എന്ന ഷോർട്ട് ഫിലിമിന്റെ ആദ്യ പ്രദർശനം നടത്തി. സബ് ഇൻസ്പെക്ടർ സാന്റോ തട്ടിലാണ് ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തത്. കേരള ലേബർ മൂവ്മെന്റ് എളവള്ളി യൂണിറ്റിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കാരുണ്യസ്പർശം പദ്ധതിയുടെ ഭാഗമായി ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ബിഷപ്പ് എമിരിറ്റ്സ് ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ BRCയുടെ ആഭിമുഖ്യത്തിൽ പ്രത്യേക പരിഗണനയർഹിക്കുന്ന കുട്ടികളുടെ ഓണാഘോഷം ഓണപ്പടവ സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ തൊഴിൽ നിഷേധിച്ച മനു കണ്ടരശ്ശേരിക്ക് യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റി ധനസഹായം നൽകി. യൂത്ത് കോൺഗ്രസ് സമാഹരിച്ച തുകയാണ് മനുവിന് സഹായമായി കൈമാറിയത്.
കുന്നംകുളം ജവഹർ സ്ക്വയറിൽ സംഘടിപ്പിച്ച സൗഹൃദ വടംവലി മത്സരത്തിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷനും നഗരസഭ കുടുംബശ്രീ യൂണിറ്റും ചാമ്പ്യന്മാരായി. ചേംബർ യൂത്ത് വിംഗ് 2ാം സ്ഥാനം നേടി. കുന്നംകുളം നഗരസഭ സീനിയർ എഡിറ്റേഴ്സ് ഫോറം, ചേംബർ യൂത്ത് വിംഗ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മത്സരം ഒരുക്കിയത്. കരിക്കാട് വട്ടിമുറി കൊടിയഞ്ചിറ ഭഗവതിയുടെ നാമധേയത്തിൽ നൽകിവരുന്ന 15ാമത് ശ്രീഭദ്ര പുരസ്കാരം സോപാന സംഗീത കലാകാരി ആശ സുരേഷിനെ സമ്മാനിച്ചു. ഫലകവും 5001 രൂപയും അടങ്ങുന്ന ശ്രീഭദ്ര പുരസ്കാര വിതരണം ആധ്യാത്മിക പ്രഭാഷകൻ പ്രസാദ് പുളിക്കൽ നിർവഹിച്ചു. നാട്ടിക പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകളും ഓണക്കോടിയും വിതരണം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പാടൂർ താലിമുൽ ഇസ്ലാം മദ്രസയിൽ നബിദിനം ആഘോഷിച്ചു. മൗലീദ് പാരായണത്തിന് മഹല്ല് ഖത്തീബ് അബ്ദുറഹ്മാൻ അൽഖാസിമി നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് NB അലിമോൻ പതാക ഉയർത്തി. ആദരണീയം സാംസ്കാരിക പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ നെടുപുഴ കസ്തൂർബ ഭവനിലെ അമ്മമാർക്ക് ഓണക്കോടി വിതരണം ചെയ്തു. നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ഓണക്കോടി വിതരണം നിർവഹിച്ചു. കയ്പമംഗലത്ത് വിവിധ പരിപാടികളുടെ നബിദിനാഘോഷം സംഘടിപ്പിച്ചു. മൗലീദ് പാരായണം, പതാക ഉയർത്തൽ, ഘോഷയാത്ര, അന്നദാനം, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. പച്ചക്കറിക്കട കത്തി നശിച്ചതിൽ നിന്ന് വീണ്ടെടുക്കും മുമ്പേ പോളി മേനാച്ചേരി ഓണത്തിന് സൗജന്യ ഓണക്കിറ്റ് നൽകി. 300ഓളം പേർക്കാണ് കിറ്റുകൾ നൽകിയത്. ആരോരുമില്ലാത്തവർക്കും കിടപ്പ് രോഗികൾക്കും വയോജനങ്ങൾക്കും ഓണത്തിന് കൈത്താങ്ങായി അന്തിക്കാട് പോലീസ്. SI കൃഷിപ്രസാദിന്റെ നേതൃത്വത്തിലാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. തൃശൂർ കോർപ്പറേഷൻ കൊക്കാല ഡിവിഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.